നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ കീർത്തന കേശവൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ഭാരതാംബ വിഷയം ചർച്ചയാക്കേണ്ട ആവശ്യമില്ലെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. സ്വന്തം അമ്മയെ ആരെങ്കിലും ചർച്ചയാക്കുമോ എന്നും ഗവർണർ ചോദിച്ചു. ഭാരത് മാതാ എന്ന് പറയാത്തവർ പോലും ഭാരത് മാതാ കീ ജയ് വിളിക്കുന്നുവെന്നും ഗവർണർ പറഞ്ഞു. My only thing is that Bharat Mata cannot be a issue for debate. It cannot be issue for a discussion also. How it can be? Can my mother be a topic for discussion? How it can be? My mother is mother. It is above everything. My Bharat Mata is above everything, beyond everything. You may be having your different thoughts, different ideology, but we are brothers. We are sisters. That particular issue has to be there in our mind. രാജ്ഭവനെ RSS വൽക്കരിക്കുന്നതിനെതിരെ പ്രതിഷേധം അറിയിക്കാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വെല്ലുവിളി. അതേസമയം കാവിക്കൊടിയേന്തിയ ഭാരതാംബ വിഷയത്തിൽ തങ്ങളുടെ നിലപാടിനെ CPIM തള്ളിപ്പറയുമെന്ന് കരുതുന്നില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. CPIM ഭാരത് മാതാ കീ ജയ് വിളിക്കാൻ പോകുന്നില്ലെന്നാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം. CPIയെ തള്ളി CPM രംഗത്ത് വരില്ല. അതേപ്പറ്റി ഈ ഘട്ടത്തിൽ CPMനോട് ഒരു ചർച്ചയ്ക്ക് ഇപ്പോൾ CPI ഇല്ല, ഉറപ്പായിട്ടുമില്ല. അതേപ്പറ്റിയുള്ള ചർച്ചകളുടെ സമയം ഇതാണെന്ന് CPI കാണുന്നുമില്ല. അതുകൊണ്ട് ഗോവിന്ദൻ മാഷ് തന്നെ പറഞ്ഞു കാണുമെന്ന് വിശ്വസിക്കാനേയാകുന്നില്ല ഞങ്ങൾക്ക്. അത് ഓരോ രാഷ്ട്രീയ പാർട്ടിയാണല്ലോ തീരുമാനിക്കേണ്ടത് അവർ വിളിക്കേണ്ട മുദ്രാവാക്യത്തെ സംബന്ധിച്ചിടത്തോളം. CPMന് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ CPIയോട് ഇന്ന മുദ്രാവാക്യം വിളിക്കണമെന്ന് സംബന്ധിച്ചിടത്തോളം. എന്തായാലും CPM വിളിക്കുന്നില്ല. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനെയും BJPയെയും ഭയപ്പെട്ടുകൊണ്ടാണ് ഇവർ നിൽക്കുന്നത്. പേടിച്ച് പഞ്ചപുച്ഛമടക്കി ഓച്ചാനിച്ച് നിൽക്കുകയാണ് കേന്ദ്ര ഭരണകൂടത്തിൻ്റെ നേരെ. അപ്പോൾ കേരളത്തിലെ രാജ്ഭവനെ ഒരു കാരണവശാലും രാഷ്ട്രീയ പ്രചരണത്തിനും മതപ്രചരണത്തിനും ആയി ഉപയോഗിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതിനെതിരായിട്ടുള്ള അതിശക്തിയായ പ്രതിഷേധം കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഗവൺമെൻറ്റിൻ്റെ നിലപാട് എന്താണെന്ന് മുഖ്യമന്ത്രി ഇനിയെങ്കിലും പറയണ്ടേ? പക്ഷെ മുഖ്യമന്ത്രി പറയുന്നില്ല. കണ്ണൂർ ജില്ലയിലെ വിവിധയിടങ്ങളിലായി 3 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. ചൂട്ടാട് ബീച്ചിനോട് ചേർന്ന അഴിമുഖത്ത് തിരയിൽപ്പെട്ടാണ് ഒരാൾ മരിച്ചത്. പുതിയങ്ങാടി സ്വദേശി ഫൈറൂസിനാണ് ജീവൻ നഷ്ടമായത്. ഒഴുക്കിൽപ്പെട്ട 3 പേരെ രക്ഷപ്പെടുത്തി. പയ്യാവൂരിൽ പുഴയിൽ കുളിക്കാനിറങ്ങിയ 9ാം ക്ലാസ് വിദ്യാർത്ഥി അലീനയാണ് മരിച്ചത്. തളിപ്പറമ്പ് കൂവേരി പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ചത് നെല്ലിപ്പറമ്പ് സ്വദേശി ഷാഹിദാണ്. സുഹൃത്തുക്കൾക്കൊപ്പം പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടം. തമിഴ്നാട് നീലഗിരി ജില്ലയിലെ പന്തല്ലൂരിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾ മരിച്ചു. പന്തല്ലൂർ ചന്തക്കുന്ന് സ്വദേശി ജോയിയാണ് മരിച്ചത്. രാത്രി 8 മണിയോടെയായിരുന്നു ആക്രമണം. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. സുർജിത് അയ്യപ്പത്തുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സുർജിത്ത്, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? കീർത്തന, ഇന്ന് വൈകിട്ട് 8 മണിയോടുകൂടിയാണ് ഈ ഒരു കാട്ടാന ആക്രമണം ഉണ്ടായത്. പന്തല്ലൂർ നീലഗിരി ജില്ലയിലുള്ള പ്രദേശമാണ്. വയനാടിന്റെ തൊട്ടടുത്തുള്ള നീലഗിരി ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു തോട്ടം മേഖല കൂടിയാണ് ഈ പന്തല്ലൂർ എന്ന് പറയുന്നത്. ഇവിടെ ബിദർക്കാടാണ് വനംവകുപ്പ് ഓഫീസ്. ബിദർക്കാട് വനംവകുപ്പ് ഓഫീസിന്റെ എതിർവശത്താണ് ഈ ചന്തക്കുന്ന് എന്ന് പറയുന്ന ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് ഒരു കാട്ടാന സ്ഥിരമായി എത്താറുള്ള ഒരു കാട്ടാനയാണ്. ഈ കാട്ടാനയാണ് ഇന്ന് രാത്രി 8 മണിയോടെ ഈ പ്രദേശത്തെ താമസക്കാരനായിട്ടുള്ള ജോയിയെ ആക്രമിച്ചത്. വീടിനടുത്തുള്ള കാപ്പിത്തോട്ടത്തിന് സമീപം വച്ചായിരുന്നു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ഈ തോട്ടത്തിൽ മറഞ്ഞു നിൽക്കുകയായിരുന്നു കാട്ടാന. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ അദ്ദേഹത്തെ പന്തല്ലൂരിലെ ആശുപത്രിയിലേക്ക് എത്തിക്കും വഴിയാണ് മരണം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അദ്ദേഹം കൃഷി ചെയ്യുന്ന ആളാണ്. വീടിന്റെ 100 മീറ്റർ അകലെ വെച്ച് മാത്രമാണ് ഈ ഒരു ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഭാര്യ ശോശമയാണ് ഭാര്യ. അലൻ, അതോടൊപ്പം തന്നെ അലീന എന്നിവരാണ് മക്കൾ. മലയാളിയാണ്. അദ്ദേഹത്തിന് നേരെയാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. മൃതദേഹം ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നത് പന്തല്ലൂരിലെ അതേ ആശുപത്രിയിൽ തന്നെയാണ്. നാളെയാണ് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ നടക്കുക. അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതോടൊപ്പം തന്നെ ബിദർക്കാട് മേഖലയിൽ കടകൾ അടച്ച് ഹർത്താൽ ആചരിക്കാൻ വേണ്ടി വ്യാപാരി സംഘടന അടക്കം തീരുമാനിച്ചിട്ടുണ്ട്. നിരന്തരം വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന ഒരു പ്രദേശമാണ് ഈ പന്തല്ലൂരും ചേരമ്പാടിയും അതോടൊപ്പം തന്നെ ഇതിനോടടുത്തുള്ള പാട്ടവയൽ അടക്കമുള്ള നീലഗിരി ജില്ലയിലുള്ള വയനാടിനോട് ചേർന്നുള്ള പ്രദേശങ്ങൾ. ഇവിടെ എല്ലാം തന്നെ നിരന്തരം കാട്ടാനകൾ മാത്രമല്ല മറ്റ് വന്യമൃഗങ്ങളും നിരന്തരം ഇറങ്ങി വലിയ രീതിയിൽ ജനജീവിതത്തെ സാരമായി ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രദേശം കൂടിയാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഒരു മലയാളിയാണ് മരിച്ചിരിക്കുന്നത്. കീർത്തന. ശരി.
നീലഗിരിയിലെ പന്തല്ലൂരിലാണ് കാട്ടാന ആക്രമണത്തിൽ ഒരു മലയാളി മരിച്ചത്. സുർജിത് അയ്യപ്പത്താണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. കിറ്റെക്സ് MD സാബു എം ജേക്കബും വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവും തമ്മിലുള്ള തർക്കം മൂർച്ഛിക്കുന്നു. മനസമാധാനം ലഭിക്കണമെങ്കിൽ സാബു എം ജേക്കബ് സ്വയം വിചാരിക്കണമെന്ന് മന്ത്രി തുറന്നടിച്ചു. തൊഴിലാളികളെ ഓർത്താണ് കേരളത്തിൽ തുടരുന്നത് എന്നായിരുന്നു സാബു എം ജേക്കബിന്റെ മറുപടി. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കിറ്റെക്സ് MD സാബു എം ജേക്കബും സർക്കാരും തമ്മിലുള്ള തർക്കം മൂർച്ഛിക്കുകയാണ്. തെലങ്കാനയ്ക്ക് പിന്നാലെ ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ ക്ഷണവുമായി ആന്ധ്ര ടെക്സ്റ്റൈൽസ് വകുപ്പ് മന്ത്രി S. സവിത കിഴക്കമ്പലത്തെത്തിയതോടെയാണ് വീണ്ടും തർക്കങ്ങളുടെ തുടക്കം. ആന്ധ്രാമന്ത്രിയുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട സാബു എം ജേക്കബ് കേരളത്തിന്റെ വ്യവസായ വകുപ്പിനെ വിമർശിച്ചു. ഇതിനെതിരെ മറുപടിയുമായി വ്യവസായ മന്ത്രി P. രാജീവ് ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടു. വ്യവസായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റായി വ്യവസായി എന്ന് കാണണം. വ്യവസായികളുടെ പ്രതികരണമാണെങ്കിൽ നിങ്ങൾ ഫിക്കിയെ വിളിക്കുക, CIA വിളിക്കുക, KSSIയെ വിളിക്കുക, കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ വ്യവസായികളുടെ സംഘടനകളെയും വിളിക്കുക. ഇതൊരു രാഷ്ട്രീയ പാർട്ടി നേതാവല്ലേ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ താല്പര്യം ഉണ്ടാവും. മനസമാധാനം ലഭിക്കണമെങ്കിൽ സാബു എം ജേക്കബ് സ്വയം വിചാരിക്കണം എന്ന മന്ത്രിയുടെ പ്രസ്താവനയാണ് സാബുവിനെ വീണ്ടും പ്രകോപിപ്പിച്ചത്. ഇവിടെ കേരളത്തിൽ ലഭിക്കാത്ത ഒരേ ഒരു കാര്യം മനസ്സമാധാനമാണ്. ഇവിടെ നിക്ഷേപിക്കുന്നവന് മനസ്സമാധാനമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം അദ്ദേഹം പറഞ്ഞു, മനസ്സമാധാനം കിട്ടണമെങ്കിൽ ഞാൻ വിചാരിക്കണം. അതിന് വലിയൊരു അർത്ഥമുണ്ട്. പുള്ളി ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. 10,000-ൽ പരം വരുന്ന തൊഴിലാളികളെ ഓർക്കുന്നതുകൊണ്ട് മാത്രമാണ് കിഴക്കമ്പലത്ത് നിലവിലുള്ള വ്യവസായം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകാത്തത്. വ്യവസായ മന്ത്രി P. രാജീവിനെ വ്യക്തിപരമായി തന്നെ കടന്നാക്രമിച്ച സാബു എം ജേക്കബ് സംസ്ഥാനത്ത് കൂടുതൽ നിക്ഷേപം നടത്താൻ ചിന്തിക്കുന്നില്ല എന്നും വ്യക്തമാക്കി. 24 കൊച്ചി. നടനും BJP നേതാവുമായ G. കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരായ ആരോപണം കൂടുതൽ കടുപ്പിച്ചു പരാതിക്കാർ. എന്നാൽ പരാതിക്കാരുടെ തട്ടിപ്പിന് പിന്നിൽ വലിയ സംഘമുണ്ടോ എന്ന സംശയമുണ്ടെന്നാണ് G. കൃഷ്ണകുമാറിന്റെയും കുടുംബത്തിന്റെയും ആരോപണം. സമഗ്രമായ അന്വേഷണത്തിന് ശേഷം കേസിൽ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് പോലീസ് നീക്കം. പരാതി നൽകിയ ഇരുവിഭാഗത്തിന്റെയും ബാങ്ക് അക്കൗണ്ടുകൾ, CCTV ദൃശ്യങ്ങൾ തുടങ്ങിയവ പരിശോധിച്ച് വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസ് നീക്കം. മ്യൂസിയം SHOയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമാണ് അന്വേഷണം നടത്തുന്നത്. സാമ്പത്തിക തിരിമറി നടന്നെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിനു പിന്നാലെ 3 വനിതാ ജീവനക്കാരുടെയും ആരോപണങ്ങൾ കൃഷ്ണകുമാറും കുടുംബവും ഇന്നും നിഷേധിച്ചു. ജാതീയമായി അപമാനിച്ചെന്ന ആരോപണം മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ടെന്ന് പ്രതികരണം. പോലീസ് പക്ഷപാതപരമായി പെരുമാറിയെന്നും G. കൃഷ്ണകുമാർ. ഈ കുട്ടികളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് മാത്രം പരിശോധിച്ചാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. കാരണം പണം എടുത്തിട്ടുണ്ട്. അവർ തന്നെ പറയുന്നു പണം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നു ഈ പണം ക്യാഷായിട്ട് ടാക്സ് പ്രശ്നമുള്ളതുകൊണ്ട് നീക്കി കൊടുത്തു. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ചോദ്യം, ഇവരുടെ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് നോക്കിയാൽ പൈസ വിഡ്രോ ചെയ്തില്ലെന്നറിയാം. ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് ഇതിനകത്ത് കാണുന്നത്. കാരണം വാദി ഞങ്ങൾ കേസ് കൊടുക്കുന്നു, അവർ കൗണ്ടർ കേസ് കൊടുക്കുന്നു. കൗണ്ടർ കേസിൽ കൃത്യമായി അന്വേഷിച്ചാണ് ഇങ്ങനൊരു നടപടി എടുക്കുന്നത്. നോൺ ബെയിലബിളായിട്ട് നമ്മൾ അറസ്റ്റ് ചെയ്യാനും ഭീഷണിപ്പെടുത്താനും നടക്കുന്നത്. ഈ ജാതി മതവും നോക്കിയല്ല ഈ ജോലിക്ക് ആൾക്കാരെ എടുക്കുന്നത്. ആരെങ്കിലും വരുന്നു, അവർ നല്ലവരാണെന്ന് തോന്നുകയാണെങ്കിൽ എടുക്കും. നമ്മുടെ സ്റ്റാഫായിട്ട് എടുക്കുന്നവർ ക്രിസ്ത്യനാണോ മുസ്ലിമാണോ അല്ലെങ്കിൽ വേറെ ഏത് ജാതിയാണോ ഇതൊന്നും നോക്കി ഇന്നവരെടുത്തിട്ടില്ല. തീർത്തും ജീവിതത്തിൽ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ജാതി മതമൊക്കെ. എനിക്കെതിരെയാണ് ഇത്തരം ആരോപണങ്ങൾ കൊണ്ടുവരുന്നത്. അതേസമയം G. കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ജീവനക്കാർ ഉന്നയിക്കുന്നത്. വസ്ത്രം പിടിച്ചുവലിക്കുകയും പണം നൽകിയില്ലെങ്കിൽ മാനഭംഗപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതായുമാണ് ആരോപണം. ജീവനക്കാർ നൽകിയ പരാതിയിലെ FIR-ലും സമാന വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃഷ്ണകുമാർ, മകൾ ദിയ കൃഷ്ണ, ഭാര്യ സിന്ധു കൃഷ്ണകുമാർ തുടങ്ങിയ 6 പ്രതികളാണ് കേസിലുള്ളത്. കേസിൽ തിടുക്കത്തിൽ നടപടി വേണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 24 തിരുവനന്തപുരം. ഇടുക്കി ചെല്ലാർകോവിൽ മെട്ടിൽ ഏലത്തോട്ടത്തിലെ കുഴിയിൽ വീണ കടുവയെ വനം വകുപ്പ് മയക്കുവെടിവെച്ച് പിടികൂടി. കടുവയ്ക്കൊപ്പം കുഴിക്കുള്ളിലുണ്ടായിരുന്ന നായയെയും വനംവകുപ്പ് രക്ഷപ്പെടുത്തി. കടുവയെ പെരിയാർ കടുവാ സങ്കേതത്തിൽ തുറന്നുവിടും. ചെല്ലാർകോവിൽ സ്വദേശി സണ്ണി എന്നാളുടെ ഉടമസ്ഥതയിലുള്ള ഏലത്തോട്ടത്തിലെ 15 അടി താഴ്ചയുള്ള കുഴിക്കുള്ളിലാണ് രാവിലെ 7:30-ഓടെ കടുവയെയും നായയെയും കാണുന്നത്. ഏലത്തോട്ടത്തിനോട് അതിർത്തി പങ്കിടുന്നത് തമിഴ്നാട് വനമേഖലയാണ്. നായയെ വേട്ടയാടുന്നതിനിടെ കടുവ കുഴിയിൽ വീണതെന്നാണ് നിഗമനം. പെരിയാർ കടുവാ സങ്കേതത്തിലെ വനം വകുപ്പ് വെറ്റിനറി ഡോക്ടർ അനുരാജിന്റെ നേതൃത്വത്തിലാണ് മയക്കുവെടി വെച്ചത്.
ഇന്ന് രാവിലെയാണ് ഇങ്ങനെ ഒരു കടുവ ഇവിടെ അടുത്തുള്ള ഒരു പൊട്ടക്കിണറ്റിൽ വീണിട്ടുണ്ടെന്നുള്ള വിവരം ലഭിക്കുന്നത്. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ തന്നെ സ്റ്റാഫ് ഇവിടെ എത്തി, RRT ബന്ധപ്പെട്ട ജീവനക്കാരെത്തി, ഡോക്ടർ എത്തി, അതിനെ വളരെ ഭംഗിയായിട്ട് തന്നെ ട്രാങ്കുലൈസ് ചെയ്തു. ഇനി തേക്കടിയിലേക്ക് കൊണ്ടുപോവുകയാണ്. തേക്കടിയിൽ കൊണ്ടുപോയി ടൈഗറിന് വേണ്ടുന്ന പരിശോധനകൾ നടത്തിയതിനു ശേഷം അതിനെ കാട്ടിലേക്ക് റിലീസ് ചെയ്യാനാണ് തീരുമാനമുള്ളത്. കുഴിക്കുള്ളിലുണ്ടായിരുന്ന തെരുവ് നായയെയും മയക്കുവെടി വെച്ച് കരയ്ക്കു കയറ്റി. ജനവാസ മേഖലയിൽ കടുവയെത്തിയതിന്റെ ആശങ്കയിലാണ് നാട്ടുകാർ. എൻ്റെ ഒരു മാട്ടും കൂടുണ്ട്. അവിടെ രാവിലെ അതിൻ്റെ നോക്കാനായിട്ട് വന്നപ്പോൾ ഇവിടുന്ന് ഒരു അലർന്ന പോലെ ഒരു സൗണ്ട് കേട്ടു. സൗണ്ട് കേട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കയറി. ഇവിടെ വന്നോക്കിയപ്പോൾ ഒരു പട്ടി കാറുന്ന ഒച്ചയാണ് കേട്ടെ ആദ്യം കുഴിയെന്ന്. അപ്പോൾ പട്ടി വീണതായിരിക്കും കൊണ്ട് ഞാൻ പെട്ടെന്ന് ചെന്ന് കുഴിയുടെ അടുത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് ഇത് സാധനമാണെന്ന് മനസ്സിലായത്. ഇനി ഇതിൻ്റെ കൂട്ടുണ്ടോയെന്ന് അറിയാൻ പറ്റുകയല്ലോ. ഇതിൻ്റെ കൂട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നത്. നായ ഒപ്പമുണ്ടായിരുന്നതിനാൽ പെരിയാർ കടുവാ സങ്കേതത്തിൽ തുറന്നുവിടുന്നതിനു മുമ്പ് പേവിഷബാധ വാക്സിൻ കടുവയ്ക്ക് നൽകി. കടുവകൾ കുറഞ്ഞ മേഖലയാണ് തുറന്നുവിടാനായി തെരഞ്ഞെടുത്തത്. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലായി കാട്ടുപന്നി ആക്രമണം. മലപ്പുറം മമ്പാടും കോഴിക്കോട് ഉള്ളിയേരിയിലും തിരുവനന്തപുരം പാലോടുമാണ് ആക്രമണമുണ്ടായത്. 5 പേർക്കാണ് ആക്രമണങ്ങളിൽ പരിക്കേറ്റത്. കോഴിക്കോട് ഉള്ളിയേരിയിൽ റിട്ടയേർഡ് സൈനിക ഉദ്യോഗസ്ഥനുൾപ്പെടെ 2 പേർക്കാണ് കാട്ടുപന്നി ആക്രമണത്തിൽ പരിക്കേറ്റത്. പാൽ വാങ്ങാനായി കടയിലേക്ക് പോകുമ്പോൾ വീടിന്റെ നടപ്പാതയിൽ വെച്ചാണ് റിട്ടയേർഡ് സൈനിക ഉദ്യോഗസ്ഥനായ പുത്തഞ്ചേരി ചേരിയയിൽ ശ്രീധരൻ ആക്രമണത്തിന് ഇരയായത്. ഗുരുതര പരിക്കേറ്റ ശ്രീധരൻ കൊയിലാണ്ടി ആശുപത്രിയിൽ ചികിത്സ തേടി. സമീപത്തെ കണ്ടമ്പത്തിമീത്തൽ ബാലകൃഷ്ണനെയും കാട്ടുപന്നി ആക്രമിച്ചു. മലപ്പുറത്ത് മമ്പാടാണ് കാട്ടുപന്നിയുടെ ആക്രമണമുണ്ടായത്. ബൈക്ക് യാത്രികരായ മേപ്പാടം കൂളിക്കൽ സ്വദേശി കബീറിന് നേരെയായിരുന്നു ആക്രമണം. കാട്ടുപന്നി ഒരാളെ ഇടിക്കുന്നത് കണ്ട് കബീർ ബൈക്ക് നിർത്തി ഇറങ്ങുന്നതിനിടെ കാട്ടുപന്നി ആക്രമിക്കുകയായിരുന്നു. തിരുവനന്തപുരം പാലോട് കാട്ടുപന്നി ആക്രമണത്തിൽ ദമ്പതികൾക്ക് പരിക്കേറ്റു. ഇരുവട്ടം സ്വദേശി ഗ്ലോറി, ഭർത്താവ് ജോസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. മുഖത്തും ശരീരത്തും ഗുരുതര പരിക്കേറ്റ ഗ്ലോറിയെ മെഡിക്കൽ കോളേജ് ICUവിൽ പ്രവേശിപ്പിച്ചു. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളായ ഇരുവരും ഇരുചക്രവാഹനത്തിൽ സഞ്ചരിക്കവെയാണ് കാട്ടുപന്നി ആക്രമണമുണ്ടായത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. കോതമംഗലം മാമലക്കണ്ടത്ത് വാക്ക് തർക്കത്തെ തുടർന്ന് കുടുംബത്തെ ജീപ്പ് ഇടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചതായി പരാതി. മാമലക്കണ്ടം കൊഴിഞ്ഞിപ്പാറ സ്വദേശികളായ വിനോദിനും കുടുംബത്തിനും നേരെയാണ് ആക്രമണമുണ്ടായത്. സംഭവത്തിൽ മാമലക്കണ്ട സ്വദേശി കുഞ്ഞൻ എന്ന രതീഷിനെതിരെ പോലീസ് കേസെടുത്തു. വാക്ക് തർക്കത്തെ തുടർന്ന് നടന്ന കൊലപാതക ശ്രമത്തിന്റെ ദൃശ്യങ്ങളാണിത്. കോതമംഗലം മാമലക്കണ്ടത്ത് ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. കൊഴിഞ്ഞിപ്പാറ സ്വദേശി വിനോദും മാമലക്കണ്ട സ്വദേശി രതീഷും തമ്മിലുണ്ടായ വാക്കുതർക്കം കയ്യാങ്കളിയിലെത്തി. തർക്കം രൂക്ഷമായതോടെ രതീഷ് തന്റെ സ്വന്തം ജീപ്പെടുത്ത് കടയിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. ഒന്നിലേറെ തവണ കടയിലുള്ളവരെ വാഹനമിടിക്കാൻ രതീഷ് ശ്രമിച്ചുവെന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. നാട്ടുകാർ ഒത്തുകൂടി തടയാൻ തുടങ്ങിയതോടെയാണ് രതീഷ് അക്രമം അവസാനിപ്പിച്ച് വാഹനവുമായി കടന്നു കളഞ്ഞത്. സംഭവത്തിൽ പരിക്കേറ്റ വിനോദിനെ കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അക്രമം നടത്തിയ ശേഷം രതീഷ് ഒളിവിലാണ്. മദ്യപിച്ച് മേഖലയിൽ പതിവായി പ്രശ്നങ്ങളുണ്ടാക്കുന്നയാളാണ് രതീഷ് എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. സംഭവത്തിൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരവും വധശ്രമത്തിനും പോലീസ് കേസെടുത്തിട്ടുണ്ട്. 24 തൊടുപുഴ. ഉണ്ണിമുകുന്ദനെതിരായ പരാതിയിൽ മുൻ മാനേജർ വിപിൻ കുമാറിനെ തള്ളി ഫെഫ്കയും അമ്മയും. ചർച്ചയിൽ ഉണ്ണിമുകുന്ദൻ മാപ്പ് പറഞ്ഞിട്ടില്ലെന്നും വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാണ് മാധ്യമങ്ങളോട് പറഞ്ഞതെന്നും അമ്മ കുറ്റപ്പെടുത്തി. അച്ചടക്ക ലംഘനം നടത്തിയ വിപിൻ കുമാറിന് ഇനിയൊരു പിന്തുണയും ഉണ്ടാകില്ലെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനും വ്യക്തമാക്കി. ചർച്ചയിൽ ഉണ്ണിമുകുന്ദൻ തന്നോട് മാപ്പ് പറഞ്ഞുവെന്നായിരുന്നു വിപിൻ കുമാറിന്റെ പ്രതികരണം. ഫെഫ്കയുടെയും അമ്മയുടെയും നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ ഉണ്ണിമുകുന്ദൻ നിരുപാധികം മാപ്പു പറഞ്ഞുവെന്നായിരുന്നു വിപിൻ കുമാർ 24നോട് പറഞ്ഞത്. വാർത്താസമ്മേളനത്തിൽ അടിസ്ഥാനരഹിത ആരോപണങ്ങളാണ് ഉണ്ണിമുകുന്ദൻ ഉന്നയിച്ചതെന്ന് സംഘടനകൾക്ക് ബോധ്യപ്പെട്ടുവെന്നും വിപിൻ. ഉണ്ണികൃഷ്ണൻ സാറ് 1 by 1 നിങ്ങളോട് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. എനിക്കിതിനെല്ലാം മാപ്പം കിട്ടിയതാണ്. ഉണ്ണിയുടെ കയ്യിൽ നിന്ന് എനിക്ക് മാപ്പം കിട്ടിയതാണ്. എനിക്കെതിരെ പ്രസ് മീറ്റിലും ഫേസ്ബുക്ക് പോസ്റ്റിലുമായിട്ട് നടത്തിയ കുപ്രചരണങ്ങളും വ്യാജ പ്രചരണങ്ങളും വാസ്തവ വിരുദ്ധമെന്ന് ഫെഫ്കയ്ക്കും അമ്മയ്ക്കും ബോധ്യപ്പെട്ടു. പ്രതികരണത്തിന് പിന്നാലെ അമ്മയും ഫെഫ്കയും വിപിനെ തള്ളി രംഗത്തെത്തി. ഉണ്ണിമുകുന്ദൻ മാപ്പോ ക്ഷമാപണമോ ചർച്ചയിൽ നടത്തിയിട്ടില്ലെന്ന്
അമ്മ അഡ്ഹോക് കമ്മിറ്റി ഭാരവാഹി ജയൻ ചേർത്തല. ഉണ്ണിക്ക് വേണം ചാനലിൽ കയറി സംസാരിക്കാം, പക്ഷെ ഉണ്ണി മാന്യത കൊണ്ട് ഉണ്ണി ഒന്നും സംസാരിച്ചില്ല. ഈ ബിബിൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞ് പോയിട്ട് രാത്രി നിങ്ങളോട് ഇങ്ങനെ മാപ്പ് എന്നൊക്കെ പറഞ്ഞ് അവിടെ സത്യവിരുദ്ധമായ കാര്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് ഒരു ഞങ്ങളെ മണ്ടന്മാരാക്കിയ ഒരു ചർച്ചയായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു. ചർച്ച കഴിഞ്ഞിട്ട് സത്യവിരുദ്ധമായ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ അത് മാന്യതയല്ലല്ലോ. മനസ്സിലായില്ലേ? യോഗത്തിലുണ്ടായ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ബോധ്യപ്പെടുത്തരുതെന്നുള്ള മുന്നറിയിപ്പ് ബിബിൻ ലംഘിച്ചു. യാതൊരു പിന്തുണയും ഇനി ഉണ്ടാകില്ലെന്നും ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. വിപിൻ കുമാറിന്റെ പരാതിയിലുള്ള പോലീസ് അന്വേഷണം തുടരുകയാണ്. 24 കൊച്ചി. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള പോര് മുറുകുന്നു. ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും പരാതികൾ ചൂണ്ടിക്കാട്ടി കത്തയക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാകുന്നില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം. രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങളിൽ വിമർശനവുമായി BJPയും രംഗത്തെത്തി. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നുവെന്ന് രാഹുൽ ഗാന്ധി ആരോപിക്കുമ്പോഴും എന്തുകൊണ്ട് കമ്മീഷനെ സമീപിക്കുന്നില്ല എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചോദ്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പിലെത്തി രാഹുൽ ഗാന്ധി പരാതി നൽകാൻ തയ്യാറാകുന്നില്ല. പരാതി നൽകിയാൽ മാത്രമേ അത് പരിശോധിച്ച് ഔദ്യോഗികമായി മറുപടി നൽകാൻ കഴിയൂവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പരാതി നൽകാതെയാണ് രാഹുൽ ഗാന്ധി തുടർച്ചയായി ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ കുറ്റപ്പെടുത്തുന്നു. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് തള്ളി. ജനം തള്ളിയവർ ഇപ്പോൾ ജനവിധിയെ തള്ളുന്നുവെന്ന് ഫട്നാവിസ് കുറ്റപ്പെടുത്തി. രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനവുമായി BJP നേതൃത്വവും രംഗത്ത്. Mr. Rahul Gandhi, you're being clean bowled and rejected by our people because you are incapable, you are unqualified and you are incompetent to lead. താൻ ഉയർത്തിയ ചോദ്യങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് രാഹുൽ ഗാന്ധി. രാഹുലിന് പിന്തുണയുമായി കോൺഗ്രസും രംഗത്തെത്തി. 24 ഡൽഹി. കൊച്ചി തീരത്ത് അപകടത്തിൽപ്പെട്ട കപ്പലിന്റെ ഇരുമ്പു ഭാഗങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിച്ചു. പറയക്കടവിലുള്ള കാർത്തികേയൻ എന്ന ബോട്ടിലെ മത്സ്യത്തൊഴിലാളികൾക്കാണ് ഇരുമ്പിന്റെ ഭാഗങ്ങൾ ലഭിച്ചത്. കപ്പലിന്റെയോ കണ്ടെയ്നറിന്റെയോ ഭാഗങ്ങളാകാമെന്നാണ് സൂചന. ഞങ്ങളിന്ന് വൈകുന്നേരം കറുപ്പിന്റെ വല തെക്കോട്ട് 22 നോർത്തുനിന്ന് തെക്കോട്ട് വലിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ബോട്ടിൽ എന്തോ കുടുങ്ങിയതായിട്ട് തോന്നി. അങ്ങനെ ഞങ്ങൾ വലയെടുത്ത് നോക്കിയപ്പോഴത്തേക്ക് വലയിടാത്ത് എന്തോ വെയിറ്റുള്ള സംഭവം ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ വല പിടിച്ച് നോക്കിയപ്പോൾ ഞങ്ങളുടെ കയ്യിലും ഒന്നും നിൽക്കുന്നില്ല. നല്ല വെയിറ്റ് അമിത ഭാരമുള്ള എന്തോ ആണെന്ന് മനസ്സിലായി ഞങ്ങൾക്ക്. ഞങ്ങളപ്പോൾ കുറച്ച് റോപ്പെടുത്ത് കെട്ടി വലിച്ച് കെട്ടിയൊക്കെ അടിച്ച് നോക്കിയപ്പോഴത്തേക്ക് എന്തോ ഒരു താങ്ങുന്ന കപ്പലിൻ്റെ അകത്തുനിന്ന് വീണ കണ്ടെയ്നറും മറ്റോ എന്തോ ഉപകരണമാണെന്ന് മനസ്സിലായി. ഞങ്ങൾ അതിൽ നിന്ന് വലിച്ചെടുത്തപ്പോഴത്തേക്ക് ഞങ്ങൾ വലയൊക്കെ രണ്ടായിട്ട് മുറിഞ്ഞു പോയി. ഭാരമുള്ള സാധനത്തിന്റെ പകുതി ഞങ്ങൾ കെട്ടി വലിച്ചെടുത്തപ്പോഴത്തേക്ക് പകുതി കിട്ടുകയും പകുതി വെള്ളത്തിൽ താഴ്ന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. നിലമ്പൂർ വഴിക്കടവിൽ പന്നിക്കിണിയിൽ നിന്ന് ഷോക്കേറ്റു മരിച്ച 15-കാരൻ അനന്തുവിന് കണ്ണീരോടെ വിട നൽകി നാട്. നൂറുകണക്കിന് ആളുകളാണ് അനന്തുവിനെ അവസാനമായി കാണാനെത്തിയത്. വീടിന് സമീപത്തെ കുട്ടിക്കുന്ന് ശ്മശാനത്തിലായിരുന്നു സംസ്കാരം. കൂട്ടുകാർക്കൊപ്പം തോട്ടിൽ മീൻ പിടിക്കാൻ പോയതായിരുന്നു അവൻ. തിരിച്ചെത്തിയത് ചേതനയറ്റ്. സിമന്റ് തേക്കാത്ത ആ കൊച്ചു വീടിനു മുന്നിലേക്ക് മൃതദേഹം എത്തിച്ചത് കാട്ടിടവഴികളിലൂടെ ചുമന്ന് യാത്രാമൊഴി നൽകാൻ നൂറുകണക്കിന് ആളുകൾ. നാടാകെ സങ്കടക്കടലായി. വീടിന് സമീപത്തെ കുട്ടിക്കുന്ന് ശ്മശാനത്തിൽ സംസ്കാരം. നേരത്തെ അനന്തു പഠിച്ച സ്കൂളിലെ പൊതുദർശനത്തിലും അതിവൈകാരിക നിമിഷങ്ങൾ. ഒരു ദിവസം ക്ലാസ്സിൽ വരാതിരുന്നാൽ മിസ് ചെയ്യുമായിരുന്നു അവനെ. ക്ലാസ്സിലെ മിടുമിടുക്കൻ. അനന്തു ഇനി ഒരിക്കലും വരില്ലെന്ന് വിശ്വസിക്കാൻ കഴിയാതെ അധ്യാപകരും വിദ്യാർത്ഥികളും. പഠിക്കാനായിരുന്നു കുഴപ്പമില്ലായിരുന്നു. അവനെ എല്ലാവർക്കും ഏറ്റവും വേഗം ഇഷ്ടമാവും. ഇപ്പോൾ ഒരു ദിവസം ക്ലാസ്സിൽ വന്നില്ലെങ്കിൽ പോലും നമുക്ക് എല്ലാവർക്കും മിസ് ചെയ്യണ ഒരു കുട്ടി ഇനി വരികയില്ല എന്നറിയുമ്പോൾ. പഠിക്കുന്ന കുട്ടിയായിരുന്നു, പാട്ടും പാടും, നല്ലൊരു കുട്ടിയായിരുന്നു. എല്ലാവരോടും നല്ല കമ്പനി, നല്ല പാവമായിട്ട് നല്ലൊരാളായിരുന്നു. ക്ലാസ്സിൽ കയറി ചെല്ലുമ്പോൾ തന്നെ ഓരോ ഇത് സാന്നിധ്യം ഉണ്ടാവില്ല എന്നറിയുമ്പോൾ ഒരു
സങ്കടമുണ്ട്. നിലമ്പൂരിലെ സ്ഥാനാർത്ഥികളായ എം സ്വരാജ്, ആര്യാടൻ ഷൗക്കത്ത്, മോഹൻ ജോർജ്, PV അൻവർ തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും അനന്തുവിന്റെ വീട്ടിൽ ആശ്വാസവാക്കുകളുമായി എത്തി. 24 മലപ്പുറം. ഇതോടെ 24 റൗണ്ട് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.